ഇനി നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹ് എന്ന പേര്, ആ പേരല്ലേ ഏത് മനുഷ്യരും വിളിക്കുന്നത്? രോഗമായവ രോഗി വിളിക്കുന്നത് അല്ലാഹ്, ഒരു കാര്യം നിറവേറിക്കിട്ടവൻ വിളിക്കുന്നത് യാ അല്ലാഹ്, ഒരു വ്യക്തി ഒരു മുറാദ് ഹാസിലാകേണ്ട സമയത്ത് വിളിക്കുന്നത് യാ അല്ലാഹ്, അങ്ങനെ ഒരു പാവപ്പെട്ട ദരിദ്രൻ വിളിക്കുന്നത് യാ അല്ലാഹ്, തീരെ കഴിവില്ലാത്ത ദഈഫായ ദുർബലനായ മനുഷ്യൻ വിളിക്കുന്നത് യാ അല്ലാഹ്, വഴിതെറ്റിയവൻ വിളിക്കുന്നതും യാ അല്ലാഹ്, ആക്രമിക്കപ്പെടുന്നവനും വിളിക്കുന്നത് അല്ലാഹ്. ആ പേര് ഓരോ സ്ഥലത്തും വിളിക്കുമ്പോൾ മറ്റോരോരോ പേരുകളിലേക്ക് സൂചന വരുന്നു. ഉദാഹരണത്തിനൊരു രോഗി അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ ആ സമയത്ത് അർത്ഥം വരുന്നു രോഗം സുഖപ്പെടുത്തുന്നവനെ, യാ ഷാഫി. അല്ലാഹുവിന് രോഗം സുഖപ്പെടുത്തുന്നവൻ എന്നൊരു പേരുണ്ടല്ലോ, ഷാഫി എന്ന പേര്. അല്ലാഹ് എന്ന് വിളിക്കുന്ന രോഗിയുടെ മനസ്സിൽ രോഗം സുഖപ്പെടുത്തുന്നവനായ അല്ലാഹ് എന്ന അർത്ഥം മനസ്സിൽ വരുന്നുണ്ടല്ലോ. അതുപോലെ ആവശ്യമുള്ള ഒരു മനുഷ്യൻ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ മതിയാക്കുന്നവൻ എന്ന പേരിൽ യാ കാഫി എന്ന പേരിലേക്ക് അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കഴിവില്ലാത്തവൻ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ യാ ഖവിയ്യു, കഴിവുള്ളവനെ എന്ന് അല്ലാഹുവിന്റെ മറ്റൊരു പേരിലേക്ക് സൂചനയുണ്ടല്ലോ. അതേ ആക്രമിക്കപ്പെടുന്നവൻ, മർദ്ദിതനായ മനുഷ്യൻ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ നാസിർ, സഹായിക്കുന്നവൻ, അല്ലാഹുവിനൊരു പേരുണ്ടല്ലോ, ഓ സഹായിക്കുന്നവനെ എന്നതിലേക്ക് ആ വിളിക്കുന്ന സമയത്ത് സൂചനയുണ്ടല്ലോ. ഇനി അതാ സഹോദരന്മാരെ, ആക്രമിക്കപ്പെടുന്നവൻ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ ആക്രമിക്കുന്ന മനുഷ്യനെതിരെ നടപടി സ്വീകരിക്കുന്നവനല്ലേ അല്ലാഹു. അല്ലാഹുവിന് മുന്തഖിമ്, നടപടി സ്വീകരിക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന ഒരു പേരുണ്ടല്ലോ. അങ്ങനെ ഏത് പേര് വിളിച്ചാലും ശരി, അല്ലാഹ് എന്ന പേര് വിളിക്കുമ്പോ വിളിക്കുന്ന കക്ഷിയുടെ ആവശ്യമനുസരിച്ച് അല്ലാഹുവിന്റെ മറ്റ് പേരുകളിലേക്ക് ആ പേരതാ പോകുന്നു. അല്ലാഹുവിങ്കിൽ നിന്ന് സഹായം ലഭിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹ് എന്ന പേരിനെ കുറിച്ച് അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ദുർബലനായ ഈ പാവപ്പെട്ട എനിക്കുണ്ടോ ആ പേരിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അല്ലാഹുവേ, നിന്റെ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക്, അതുപോലെ ഞങ്ങൾ പ്രിയം വെക്കുന്ന ആരെല്ലാം ലോകത്തുണ്ടോ നിന്റെ അടിമകൾ, അവർക്കെല്ലാവർക്കും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ അല്ലാഹ് എന്ന പേരുച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം തരണം അല്ലാഹ് എന്ന പേര് ഏത് ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിലും വല്ലാതെ ഗുണമൂലമായി ഇറങ്ങുന്ന വല്ലാത്തൊരു പേര് തന്നെ. അല്ലാഹുവിന്റെ മറ്റുള്ള പേരുകൾ പോലെയല്ല. അല്ലാഹുവിന്റെ മറ്റുള്ള പേരുകൾ യാ കൂട്ടി പറയുന്ന സമയത്ത് അലിഫ് ലാം ഇല്ലാതെ യാ കരീം, യാ റഹീം, യാ റഹ്മാൻ ഇങ്ങനെയല്ലേ പറയാറുള്ളത്. പക്ഷേ അല്ലാഹ് എന്ന പേര്, അതേ സഹോദരന്മാരെ, യാ കൂട്ടി പറയുന്ന സമയത്തും ഒരിക്കലും അലിഫ് ലാം ഒഴിഞ്ഞു പോകാതെ യാ അല്ലാഹ് എന്നല്ലേ പറയുന്നത്. ഇനി യാ ഇല്ലാതെ പറയുന്ന സന്ദർഭമാണെങ്കിൽ അതേ മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ചിട്ടില്ലേ, വല്ലക്സറുല്ലാഹുമ്മ ബിത്തഅ്വീലി വസല്ലല്ലാഹുമ്മ ഫിൽ ഖരീ. അൽഫിയിൽ മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ചിട്ടില്ലേ, അല്ലാഹുമ്മ എന്നാണ് പറയുന്നത്. യാ ഇല്ലാതെ വിളിക്കുമ്പോൾ അല്ലാഹുമ്മ എന്നാണ് പറയുന്നത്. അല്ലാഹുമ്മ എന്ന് അതേ ബൈത്ത് ചൊല്ലുന്ന സമയത്ത് വളരെ ചുരുക്കമായി വന്നിട്ടുണ്ടെങ്കിലും സാധാരണ നിലക്ക് യാ അല്ലാഹ് എന്ന് വിളിക്കുന്നില്ലെങ്കിൽ അല്ലാഹുമ്മ എന്നാണ് വിളിക്കാറുള്ളത്. അത് അല്ലാഹുവിന്റെ ആ പേരിന്റെ ഒരു പ്രത്യേകതയിൽ പെട്ടതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ആ പേരിന് വേറെയും ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലൊന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ വിവരിച്ചൊരു മഹത്വം അല്ലാഹ് എന്ന പേര്, അതിന്റെ ആ എന്ന അക്ഷരം നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കൂ. എന്നാലും അത് അല്ലാഹുവിലേക്ക് ചൂടുന്നത് തന്നെ ലില്ലാഹി എന്നല്ലേ പിന്നെ വായിക്കുക. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലില്ലാഹി അല്ലാഹുവിലേക്ക് അറിയിക്കുന്നത് തന്നെ. ഇനി നിങ്ങൾ ആ ലാമും കൂടി ഒന്ന് ഒഴിവാക്കിയിട്ട് വായിച്ചു നോക്കൂ. ലഹു മാ ഫിസ് സമാവാത്, അല്ലാഹുവിലേക്ക് തന്നെ ചൂണ്ടുന്നു. ഇനി നിങ്ങൾ ലാമും കൂടി ഒന്ന് ഒഴിവാക്കിയിട്ട് വായിച്ചു നോക്കൂ. ഹു, അല്ലാഹുവിന്റെ പേരുകളിൽ വളരെ മഹത്വമുള്ള പേരാണ് ഹു എന്ന ദിക്ർ.
അതുകൊണ്ടല്ലേ ഔലിയാക്കളും ആരിഫീങ്ങളും ഹൂ എന്ന ദിക്ർ ചൊല്ലിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലാ ഹൂ അല്ലേ? അപ്പൊ ഹൂ എന്ന് പറയുന്ന ദിക്റിലേക്കല്ലേ പിന്നെ അത് ചൂണ്ടുന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു സൂചനയ്ക്ക് വേണ്ടി പറയട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരന്മാരെ. ചില ആളുകളില്ലേ ആഹ് 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 എന്ന് ദിക്ർ ചൊല്ലുന്നവരില്ലേ? അങ്ങനെ ദിക്ർ ചൊല്ലുന്നവരില്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദിക്റാണ് ആഹ് ആഹ് എന്ന ദിക്ർ. ചില ആളുകൾ അത് കേൾക്കുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട്. അറിവില്ലാത്തതിന്റെ പേരിലാണ്. അറിവില്ലാത്തതിന്റെ പേരിൽ അറിവുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ ആരും പരിഹസിച്ചു പോകരുത് കേട്ടോ. കുറെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആഹ് 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 എന്ന് ദിക്ർ ചൊല്ലുമ്പോൾ പരിഹസിക്കുന്നവരില്ലേ? അറിവില്ലാത്തതിന്റെ പേരിലല്ലേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹ് ആഹ് ആഹ് എന്ന ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു. വേദനിച്ച് വിളിക്കുന്ന ആളായിരുന്നു. അതല്ലേ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ, അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് രേഖപ്പെടുത്തിയത് കാണാം. അതേ വകാന ഇബ്രാഹിം അലൈഹിസ്സലാം യഖൂലു ആഹ് മിനന്നാരി ഖബ്ല അല്ലാ തൻഫഅ. നരകത്തിൽ നിന്നുള്ള വിഷമങ്ങളിൽ നിന്ന് ഞാൻ വേദന പ്രകടിപ്പിക്കുന്നു. ആഹ് എന്ന വാചകം ഉപകരിക്കാത്ത ഇന്ന് തന്നെ ആ നരകത്തിനെ കുറിച്ച് വേദനിച്ച് ഞാൻ കരഞ്ഞു പറയുന്നു. ആഹ് ആഹ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം പറഞ്ഞിരുന്നു. അത് സാബീരും തഫ്സീറു സാബീരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുതഅല്ലിമീങ്ങളെ. അവിടെയും നിങ്ങൾ നോക്കൂ, അല്ലാഹ് അല്ലാഹ് എന്നതിന്റെ ആദ്യത്തെ ആ അവിടെ വെച്ചു, ഇടക്കുള്ളതൊക്കെ ഒഴിവാക്കി അവസാനത്തെ ഹായും വെച്ചാൽ ആഹ് എന്നതിലേക്ക് അവിടെയും സൂചനയില്ലേ? വല്ലാത്ത ഒരു പേര് തന്നെയാണ് അല്ലാഹ് എന്ന പേര് കേട്ടോ. അതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യമായി പറയുന്നത് അല്ലാഹ് എന്ന പേരാണ്. ഇനി രണ്ടാമത്തെ പേര് അതുണ്ടോ? ഇപ്പൊ പറഞ്ഞു തീരുന്നു. ഓരോന്നും പറഞ്ഞാലുണ്ടോ? തീരുന്നു. ഞാൻ രണ്ടാമത്തതിലേക്ക് കിടക്കട്ടെ. രണ്ടാമത്തെ പേരാണല്ലോ സഹോദരന്മാരെ അർ-റഹ്മാൻ. മൂന്നാമതായി പറഞ്ഞ പേരാണല്ലോ അർ-റഹീം. അതും വല്ലാത്ത മഹത്വമുള്ള പേര് തന്നെ. അർ-റഹ്മാൻ എന്ന പേരും മറ്റാർക്കും തന്നെ പറയപ്പെടാത്തൊരു പേരാണല്ലോ. അള്ളാഹുവിന് മാത്രമാണല്ലോ ആ പേര് പറയപ്പെടുന്നത്. അതും വല്ലാത്ത മഹത്വമുള്ളൊരു പേര് തന്നെ. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണെന്നറിയിക്കുന്ന പേരാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ദുനിയാവിൽ വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവരും ഗുണം ചെയ്യുന്നവൻ എന്നല്ലേ. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഗുണങ്ങളും ചെയ്യുന്നവൻ എന്നർത്ഥം അർ-റഹ്മാൻ എന്ന വാചകം നമ്മെ അറിയിക്കുന്നു. എന്നാൽ അർ-റഹീം എന്ന വാചകമോ? അർ-റഹീം എന്ന വാചകം കാരുണ്യത്തിൽ ചിലതിലേക്ക് സൂചിപ്പിക്കുകയും ചിലരിലേക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരാശയം അർ-റഹീം എന്നതിലുണ്ട്. അർ-റഹ്മാൻ എന്നത് വളരെ വിശാലമായി അറിയിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കാരുണ്യം എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വസ്തുക്കളിലും വിശാലമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാത്ത ഒരു മുസ്ലിമില്ല, ഒരു ഹിന്ദുവില്ല, ഒരു ക്രിസ്ത്യാനിയില്ല, ഒരു മനുഷ്യനില്ല, ഒരു മലക്കില്ല, ഒരു ജിന്നില്ല, ഒരു ധിക്കാരിയില്ല, ഒരു തെമ്മാടിയില്ല, ഒരു നല്ലവനില്ല, ഒരു സൃഷ്ടിയുമില്ല. പടച്ചവന്റെ കാരുണ്യം കിട്ടാത്ത ശൈഇ എന്ന് പറയപ്പെടാൻ പറ്റുന്ന എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം ലഭിക്കുന്നു. വറഹ്മതി വസിഅത് കുല്ല ശൈഇ, എല്ലാ വസ്തുക്കൾക്കും എന്റെ റഹ്മത്ത് വിശാലമാണെന്ന് അല്ലാഹു പറയുന്നു. ആ റഹ്മത്ത് അർശിലുമുണ്ട്, അർശ് ചുമക്കുന്നവർക്കുമുണ്ട്.
അർശുമായി ബന്ധപ്പെട്ടവർക്കുമുണ്ട്, എല്ലാ സൃഷ്ടികൾക്കുമുണ്ട്. അതുകൊണ്ടാണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇസ്തവാ എന്നതിന് നമ്മുടെ തോന്നിവാസം എന്തെങ്കിലും അർത്ഥം പറഞ്ഞേക്കരുതെന്ന് പണ്ഡിതന്മാര് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ മുമ്പ് ഇവിടെ മറ്റു ചില പ്രസംഗങ്ങളിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല. എന്നാൽ സഹോദരന്മാരെ, അർ-റഹീം എന്ന പേരോ, അർ-റഹീം എന്ന പേര് പ്രത്യേകമായ അനുഗ്രഹത്തിലേക്ക് സൂചിപ്പിക്കുന്ന പേരാണ്. പ്രത്യേകമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വിധത്തിലുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിനുള്ള കൊടുക്കുന്ന റഹ്മത്ത്, അത് ഒരു സൂചനയാണ്. മറ്റ് ചില സ്ഥലങ്ങളിൽ റഹീം എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് ചില പ്രത്യേക കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടും റഹീം എന്ന പദം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വിശദീകരിക്കാൻ ഇവിടെ സമയം പോരാ. ഇത് ദർസ് നടത്തുന്ന സമയമല്ലല്ലോ, ചുരുങ്ങിയ സമയത്ത് വഅദ് പറയുകയാണല്ലോ. അതുകൊണ്ട് അതിലേക്ക് വിശദമായി ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം, യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളിൽ അദീം. അല്ലാഹു തആല അവന്റെ അനുഗ്രഹം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രത്യേകമാക്കുന്നു. വല്ലാഹു ദുൽ ഫളിൽ അദീം, അവൻ മഹത്തായ ഔദാര്യം ചെയ്യുന്നവനാണ്. എന്താണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം അത് ഈമാനുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത് വകാന ബിൽ മുഅ്മിനീന റഹീമാ, അല്ലാഹു ഈമാനുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. അത് പ്രത്യേക റഹ്മത്താണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളും സംശുദ്ധനാവുകയില്ല, നന്നാവുകയില്ല. പടച്ചവന്റെ പ്രത്യേക റഹ്മത്ത് അവൻ കൊടുക്കുന്ന ചില കക്ഷികളുണ്ട്. ആ കക്ഷികൾ ആരാണ്? അത് ഖുർആൻ തന്നെ വിവരിക്കുന്നു. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാശിദൂന ഫളലൻ മിനല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹകീം. പടച്ച റബ്ബിന്റെ പ്രത്യേക കാരുണ്യം ലഭിച്ചിട്ടുള്ളവർ, അവർക്കതാ പടച്ചവൻ അവരുടെ മനസ്സിൽ ഈമാനിനെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ഈമാനിനോട് താല്പര്യമാണ്, ഈമാനിനോട് സ്നേഹമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാനിനെ തൃപ്തിയുള്ളതാക്കി, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ഭംഗിയുള്ളതാക്കി. അതേ സമയത്ത് കുഫറും അതുപോലെ തമ്മാടിത്തവും അവിശ്വാസവും തെറ്റുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു വെറുപ്പുള്ളതാക്കി. അങ്ങനെയുള്ള കക്ഷികളുണ്ടല്ലോ, ഉലൈക ഹുമുർ റാശിദൂൻ, അവരാണ് സന്മാർഗികൾ കേട്ടോ. ഫളലൻ മിനല്ലാഹി വനിഅമ, അത് പടച്ചവരിൽ കിട്ടുന്ന പ്രത്യേകമായ ഔദാര്യമാണ്, പ്രത്യേകമായ അനുഗ്രഹമാണ്. ഈ പ്രത്യേകമായ അനുഗ്രഹമാണ് റഹീം എന്ന പദം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ആ പ്രത്യേകമായ അനുഗ്രഹം അതിൽ ഒന്നാണ് നുബുവത്തിന്റെ അനുഗ്രഹം. അത് അമ്പിയാക്കൾക്ക് മാത്രം കൊടുക്കുന്ന അനുഗ്രഹമാണ്. വവഹബ്നാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഹാറൂൻ നബിക്ക് അല്ലാഹു കൊടുത്ത നുബുവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, വവഹബ്നാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂൻ, ഹാറൂൻ നബിക്ക് നമ്മൾ റഹ്മത്ത് കൊടുത്തു, നബിയാക്കി നിശ്ചയിച്ചു എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇതുപോലെ ഖുർആനിൽ തന്നെ കാണാം, വമാ കുന്ത തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ് ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക്. നബി തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങി നുബുവത്ത് ലഭിച്ചില്ലേ, അത് പടച്ചവന്റെ പ്രത്യേക റഹ്മത്താണ്. ഇതുപോലെ സഹോദരന്മാരെ, അമ്പിയാക്കളെ മുഅ്ജിസത്ത് പ്രത്യേക റഹ്മത്താണ്, ഔലിയാക്കളെ കറാമത്ത് പ്രത്യേക റഹ്മത്താണ്. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, ഇത് അവൽ ഫിതിയതു ഇലൽ കഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റസദാ. 7 ചെറുപ്പക്കാരായ ഔലിയാക്കൾ, ആ ഔലിയാക്കൾ കഠിന ശത്രുവായ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി ഇസ്ലാമിന്റെയും ദീനിന്റെയും ശത്രുവായ ഭരണാധികാരി, ആ ഭരണാധികാരിയെ ഭയപ്പെട്ട് ആ 7 ഔലിയാക്കൾ ഒരു ഗുഹയിൽ പോയി അഭയം തേടുകയാണ്.
വെള്ളിയാഴ്ച രാവല്ലേ ഇന്ന് സൂറത്തുൽ കഹ്ഫ് പ്രത്യേകം ഓതൽ സുന്നത്തല്ലേ? വെള്ളിയാഴ്ച രാത്രിയിൽ ഓതൽ സുന്നത്തല്ലേ? അതുപോലെ വെള്ളിയാഴ്ച പകലിലും ഓതൽ സുന്നത്തല്ലേ? മുഅ്മിനീങ്ങളെ ഓതലല്ല സുന്നത്ത്, ഓത്ത് വർദ്ധിപ്പിക്കലാ സുന്നത്ത്. ചുരുങ്ങിയത് 3 പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാത്രിയിൽ ഓതിക്കോ, 3 പ്രാവശ്യം ചുരുങ്ങിയത് വെള്ളിയാഴ്ച പകലിലും ഓതിക്കോ. എങ്കിലേ ആ സൂറത്ത് വർദ്ധിപ്പിച്ചു എന്ന നിലവാരം കിട്ടുകയുള്ളൂ. പക്ഷേ ഒറ്റ പ്രാവശ്യവും ഓതാതെ എല്ലാ പത്രവും വായിക്കുന്നവരല്ലേ നമ്മൾ പലരും. സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയവരെത്ര? അവരൊന്ന് കൈവെക്കൂ എന്ന് ഞാൻ ഈ സദസ്സിൽ പറഞ്ഞാൽ കൈവെക്കുന്നവരെത്രയുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമ്മുടെ പഴയ കാലത്തുള്ള മുസ്ലിമീങ്ങൾ പള്ളിയിൽ നേരത്തെ തന്നെ ചെന്ന് ഇരുന്ന് സൂറത്തുൽ കഹ്ഫ് ഓതുന്ന പതിവില്ലായിരുന്നു. എന്തേ മുസ്ലിം ചെറുപ്പക്കാരാ, ആ സൂറത്തുൽ കഹ്ഫ് ഓതാൻ നിന്റെ മനസ്സെവിടെ പോയി? എന്തേ നിനക്ക് പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയി? നീ വായിക്കാത്ത പുസ്തകങ്ങളുണ്ടോ? നീ വായിക്കാത്ത പത്രങ്ങളുണ്ടോ? അതേ സമയത്ത് റബ്ബിന്റെ കലാമായ ഖുർആനിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് പ്രത്യേകം കാവല് കിട്ടാൻ കാരണമാകുന്ന സൂറത്തുൽ കഹ്ഫ് നീ ഇപ്പൊ പാരായണം ചെയ്യുന്നത്, മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്നത് കാണുന്നില്ലല്ലോ. ചില ആളുകൾ പറയാറുണ്ട്, അതെ ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഇവിടെ മാല എടുത്തുപോയി, മൗലിദ് എടുത്തുപോയി എന്ന് പറയാറുണ്ട്. പക്ഷേ മാലയും മൗലിദും മാത്രമല്ലല്ലോ എടുത്തുപോയത്, സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരെയും കാണുന്നില്ലല്ലോ, ഖുർആൻ ഓതുന്നവരെ കാണുന്നില്ലല്ലോ. അത് ലോകം നശിക്കുന്നതിന്റെ, അല്ലാഹ് എന്ന് പേര് പറയുന്ന ആളുകൾ ഇല്ലാതെയാകുന്നതിന്റെ ലക്ഷണമല്ലേ? മനുഷ്യൻ നശിക്കുന്നതിന്റെ, മനുഷ്യൻ ദുഷിക്കുന്നതിന്റെ ലക്ഷണമല്ലേ? നല്ല കാര്യങ്ങൾ ചൊല്ലുന്നതും പാടുന്നതുമൊക്കെ ഇല്ലാതെയാകുന്നത് മനുഷ്യൻ ദുഷിച്ച് പോകുന്നതിന്റെ ലക്ഷണമല്ലേ സുഹൃത്തുക്കളെ? ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സൂറത്തുൽ കഹ്ഫ് ഓതണം മുസ്ലിമീങ്ങൾ. ആ സൂറത്തുൽ കഹ്ഫിൽ പ്രത്യേകമല്ല പറഞ്ഞത് കണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കണം. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞൊരു സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഖുർആൻ പറഞ്ഞു ആ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം, അവരുടെ ചരിത്രം എഴുതപ്പെട്ട ആ ഏടിന്റെ സംഭവം അതൊരു വലിയ അത്ഭുതമാണെന്ന് കരുതിയോ? എന്തേ? ഒരൽപ്പം യുവാക്കൾ അവർ ഗുഹയിലേക്ക് പോയി, അവരവിടുന്ന് പ്രാർത്ഥിച്ചു, റബ്ബന ഞങ്ങളുടെ നാഥ, ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന് സ്പെഷ്യലായ അനുഗ്രഹം തരണം ഞങ്ങൾക്ക്, വഹയ്യി ലനാ മിൻ അംരിനാ റസദാ, ഞങ്ങളുടെ കാര്യം നീ ഏറ്റെടുക്കണം, സന്മാർഗത്തിന്റെ വഴിയിൽ ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നീ ഒരുക്കിത്തരണം. ആ പ്രാർത്ഥന നടത്തിയിട്ട് അവരാ ഗുഹയിൽ ചെന്നുകൂടി. കാരണം എന്താണ്? അക്രമിയായ ഭരണാധികാരി ഈമാൻ തെറ്റിച്ചു കളയുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു എന്ന് കണ്ടപ്പോഴാണ് അവർ പോയത്. ആ പോകുന്ന ഔലിയാക്കളുടെ കൂടെ ഒരു നായയും കൂടി. ഔലിയാക്കളെ കൂടെ ചേർന്നാൽ, ഔലിയാക്കളെ സ്നേഹിച്ചാൽ രക്ഷപ്പെടുമെന്ന വിവരം നായക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നായ ഈ ഔലിയാക്കളെ സ്നേഹിച്ചു കൂടെ കൂടി. ആ നായയെ സംബന്ധിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥലത്തല്ല, എത്ര സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്? سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم. അവിടെ 3 സ്ഥലത്ത് പറഞ്ഞു, വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് എന്താണ്? ആ ഔലിയാക്കൾ സബഅത്തുൻ, അവർ 7 ആളുകളാണ്, വസാമിനുഹും, അവരിൽ 8ാമത്തെ മെമ്പർ കൽബുഹും, അവരെ നായയാണ്. നായനെയും ഔലിയാക്കളെ കൂട്ടത്തിൽ മെമ്പറാക്കി. എന്താ കാരണം? അതേ മൻ അഹബ്ബ ഖൗമൻ ഫഹുവ ബിൻഹും, അല്ലേ അൽമറു മഅ മൻ അഹബ്ബ, ആരെ സ്നേഹിച്ചോ സ്നേഹിച്ചവരെ കൂടെയാണെന്നല്ലേ തത്വം. അതുകൊണ്ട് തന്നെ നായ ഔലിയാക്കളെ സ്നേഹിച്ചപ്പോൾ ആ ഔലിയാക്കളുടെ കൂടെ നായയെയും അല്ലാഹു ഉൾപ്പെടുത്തി. കറാമത്ത് ഔലിയാക്കൾക്കുണ്ടായി, നായക്കും അത്ഭുതങ്ങൾ ഉണ്ടായി. ഖുർആൻ തന്നെ ആ ചരിത്രം പറയുകയാണ്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, ശരിയായ നിലക്ക് ആ ചരിത്രം നമ്മൾ പറഞ്ഞു തരാം നബിയേ.
ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച യുവാക്കളാണ്. അവർക്ക് നമ്മൾ സന്മാർഗത്തിന്റെ വെളിച്ചം വർദ്ധിപ്പിച്ചു കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നമ്മൾ നല്ല ശക്തി നൽകി. ആരെതിർത്താലും ശരി, ഏത് രാജാവ് അപ്പുറത്തുണ്ടായാലും ശരി, ഏത് കെങ്കേബനുണ്ടെങ്കിലും ശരി, നമ്മൾ ആദർശത്തിൽ വിടുന്ന പ്രശ്നമില്ല. ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളെ പടച്ച റബ്ബാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ, അല്ലാഹയല്ലാത്ത ഒരു ദൈവത്തെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ, അല്ലാഹയല്ലാത്തവർ ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വാക്ക് വളരെ പിഴച്ചതും ചീത്തയുമായി മാറിപ്പോയി. ഞങ്ങൾ അതിന് ഞങ്ങളെ കിട്ടുകയില്ല. ഹഉലായി ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, പടച്ചവനല്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന ഈ കക്ഷികൾ ലൗലാ യതൂന അലൈഹിം ബിസുൽത്താനിൻ ബൈൻ, വല്ല തെളിവും അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, പടച്ചവന്റെ മേൽ പടച്ചവന് കൂറുകാരുണ്ടെന്നല്ലേ ഈ ബഹുദൈവ വിശ്വാസികൾ പറയുന്നത്? പടച്ചവന് കൂറുകാരില്ലെന്നുറപ്പല്ലേ? പടച്ചവന്റെ പെൺകുട്ടികളാണ് മലക്കുകൾ എന്നല്ലേ മുശ്രിക്കുകൾ പറയുന്നത്? അതില്ലെന്നുറപ്പല്ലേ? യഹൂദികൾ പറയുന്നത് ഉസൈർ പടച്ചവന്റെ മകനാണെന്നല്ലേ? അത് പച്ചക്കള്ളമല്ലേ? ഈസാ അലൈഹിസ്സലാം അത് ദൈവപുത്രനാണെന്നല്ലേ നസാറാക്കൾ പറയുന്നത്? പച്ചക്കള്ളമല്ലേ? പടച്ചവന്റെ മേൽ കള്ളം പറയുന്നവർ വാസ്തവത്തിൽ അവരെത്ര വലിയ അക്രമികളാണ്. വൈദിയതസൽതുമൂഹും വമാ യഅബ്ദൂന ഇല്ലല്ലാഹ ഫൗഇലൽ കഫി യൻസുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. ആ അക്രമികളായ കക്ഷികളെ നിങ്ങൾ വിട്ടുനിൽക്കുക, എന്നിട്ടോ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക. അങ്ങനെയാണ് അവരെ തീരുമാനം. പക്ഷേ അള്ളാഹുവാണ് സംരക്ഷണം കൊടുക്കുന്നതെങ്കിലും അള്ളാഹുവിന്റെ കാവലിന് കാരണങ്ങളുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? കാരണങ്ങളുമായി ബന്ധപ്പെടണം. അതുകൊണ്ട് ഫൗഇലൽ കഫി യൻസുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി. ഫൗഇലൽ കഫ്, നിങ്ങൾ ഗുഹയിലേക്ക് പോയി കൂടുക. ആ ഗുഹയിൽ ചെന്ന് കൂടുക. അതെന്തിനാണ്? സംരക്ഷണത്തിനാണ്. പടച്ചവന്റെ സംരക്ഷണത്തിന് വഴി തേടുകയാണ്. യൻസുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് തരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ആ ഗുഹയിൽ പോയി കൂടുകയാണ്. പോകുന്ന സമയത്ത് ഒരു നായ കൂടെ അവരെ സ്നേഹിച്ചുകൊണ്ട് വരികയാണ്. ആ നായയും ഗുഹയുടെ പുറത്ത് കാത്തിരിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ഗുഹയിൽ പ്രവേശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവിടെ കിടത്തി ഉറക്കുകയാണ്. സാധാരണ ഉറക്കമല്ല. എത്ര കൊല്ലമാണ് ഉറങ്ങിയത്? ഖുർആൻ പറയുന്നു, അതേ 309 കൊല്ലമാണ് അവർ ഉറങ്ങിയത്. ഒരു ദിവസമല്ല ഉറങ്ങിയത്, 309 കൊല്ലമാണ് അവർ ഉറങ്ങിയത്. ആ ഉറക്ക് ഒരേ ഉറക്കം തന്നെ. പക്ഷേ ഉറങ്ങുന്നത് കണ്ണും തുറന്നിട്ടാണ്, കണ്ണ് പൂട്ടിവെച്ചിട്ടല്ല. കണ്ണ് പൂട്ടിവെച്ചിട്ടല്ല, മറിച്ച് കണ്ണും തുറന്നിട്ടുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന കക്ഷികളെ മറ്റുള്ളവർ വന്നു നോക്കുമ്പോൾ കാണാതിരിക്കാൻ അതാ അല്ലാഹ് സംരക്ഷണം നൽകുന്നു. കാരണം ഈ എതിരാളിയായ രാജാവ് ഇവരെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇവരൊരു ഗുഹയിൽ പോയി കൂടിയത് കാണുന്നു. ചെന്ന് നോക്കുമ്പോൾ കണ്ണും തുറന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഇവരെ നശിപ്പിക്കാനുള്ള പണി എന്താണ്? പട്ടിണി കിടക്കുമ്പോ 100 പ്രാവശ്യം ഇറങ്ങി ഇങ്ങ് വരും എന്ന നിലക്ക് അദ്ദേഹം എന്ത് പറഞ്ഞു? ആ ഗുഹയുടെ മുൻഭാഗത്തൊരു മതിൽ കെട്ടിയിടുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചൂടായി ഭക്ഷണം കിട്ടാതെ അവിടെ നിന്ന് നശിക്കട്ടെ. അല്ലെങ്കിൽ മതിലിന്റെ പണി തീരുമ്പോ അവരിറങ്ങും. മതിലിന്റെ പണി എടുപ്പിച്ചു അല്ലാഹു തആല ഈ എതിരാളിയെ കൊണ്ട്. ഇരിക്കട്ടെ, അവർക്ക് സംരക്ഷണത്തിന് അല്ലാഹു ഏൽപ്പിച്ച പണിയാണ്. ഇവരിങ്ങനെ കിടന്നത് കണ്ടപ്പോ കണ്ണും തുറന്ന് കിടക്കുന്നത് കണ്ടതിനാൽ ഉറങ്ങുകയാണെന്ന് രാജാവിന് മനസ്സിലായില്ല. മാത്രമല്ല അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വതഹ്സബുഹും ഐഖാദം വഹും റുഖൂദ് വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാൽ. ആ ഉറക്കിൽ അവരെ നമ്മൾ ഇടത്തും വലത്തും ഒക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ കിടത്തുന്നുണ്ട്. വഖൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്, അവരുടെ ഗുഹമുറ്റത്ത് നായ അതിന്റെ കൈയും നീട്ടിയിട്ട് അതും കിടക്കുന്നുണ്ട്. നിങ്ങളങ്ങ് ചെന്ന് നോക്കിയാൽ ഇവര് കണ്ണും തുറന്നിങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ആടും പേടിച്ചു പോകും. ആ രൂപത്തിലുള്ള കിടത്തമാണ്. ഈ കിടക്കുന്ന കക്ഷികളെ അതിന്റെ ഉള്ളിലിട്ട് കൊല്ലാൻ വേണ്ടി എതിരാളിയായ രാജാവ് നല്ല ഒരു മതില് അവരുടെ ഗുഹപ്പുറത്ത് അവിടെ കെട്ടി.
ഇവരിറങ്ങി വരുന്നില്ല, എന്നാ കിടക്കട്ടെ, അതിനുള്ളിൽ വെച്ച് തന്നെ ജീവൻ പോകട്ടെ എന്ന നിലക്ക് മൂപ്പര ആ മതിലങ്ങട്ട് പൂർത്തീകരിച്ചു. അങ്ങനെ മതിൽ പൂർത്തീകരിക്കുമ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ 2 മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് വിവരം പറയാത്തവരാണ്. അവരെന്ത് ചെയ്തു? ആ മുഅ്മിനായ മനുഷ്യർ എന്ത് ചെയ്തു? ഇവരുടെ ചരിത്രം, മഹാന്മാരുടെ ചരിത്രം നഷ്ടപ്പെട്ടു പോകരുതല്ലോ, അതിനാണല്ലോ ഈ മൗലിദൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രം ഒരേടിൽ, ഒരു തകിടയിൽ എഴുതിയിട്ട് ആ തകിട കൊണ്ടുവന്ന് ഈ മതിലിന്റെ ഉള്ളിൽ അങ്ങ് വെച്ചു കൊടുത്തു. ആ തകിടയെ സംബന്ധിച്ചാണ് ഖുർആൻ അർ-റഖീം എന്ന് പറഞ്ഞിട്ടുള്ളത്. കിതാബും മർഖൂം എന്ന് വേറൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞില്ലേ, ഈ എഴുതി വെച്ച തകിട. ഈ മഹാന്മാരുടെ പേരും അതുപോലെ മഹാന്മാരുടെ ചരിത്രവും ഉൾക്കൊള്ളുന്ന തകിട, ആ തകിട ഈ മതിലിന്റെ ഉള്ളിൽ അങ്ങ് വെച്ചു കൊടുത്തു. അങ്ങനെ മതിലിൽ അത് രാജാവ് അറിയില്ല, അത് മുഅ്മിനീങ്ങൾ എടുത്ത പണിയാണ്. ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ഔലിയാക്കളെ ചരിത്രം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെ ചരിത്രങ്ങൾ എഴുതി വെക്കുകയും അത് പാരായണം ചെയ്യുകയും അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും. അത് മുഅ്മിനീങ്ങളുടെ ഏർപ്പാടാണ്. അത് അവിടെയുള്ള മുഅ്മിനീങ്ങളും ചെയ്തു. അങ്ങനെയാണ് ആ മതിലിന്റെ ഉള്ളിൽ വെക്കപ്പെട്ട റഖീം എന്ന് പറയുന്ന ഏട്. അതാണ് ഖുർആൻ പറഞ്ഞത്, അം ഹസിബത അന്ന അസ്ഹാബൽ കഫി വറഖീം. ആ റഖീം അതും അവിടെ വെച്ചു. ചുരുക്കി പറയുകയാണ്, അവരവിടെ തന്നെ കിടന്നു. ഈ രാജാവ് കഥ കഴിഞ്ഞു, വേറെയും പല രാജാക്കന്മാരും വന്നു, സംഭവങ്ങൾ പലതും നടന്നു. പക്ഷേ ഈ മഹാന്മാര് നേരത്തെ കറാമത്ത് ചോദിച്ച മഹാന്മാരാണല്ലോ. അവരുടെ കറാമത്ത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വതറസ്സംസ ഇദാ ത്വലഅത് തസാവറു അൻ കഫിഹിം ദാതൽ യമീനി വഇദാ ഗറബത് തഖ്രിദുഹും ദാതശ്ശിമാലി വഹും ഫീ ഫജ്വത്തിൻ മിൻ ദാലിക മിൻ ആയാത്തില്ലാഹ്. ആ ഔലിയാക്കൾ കിടക്കുന്ന ഗുഹ, ആ ഗുഹയിലേക്ക് സൂര്യന്റെ വെളിച്ചം കടക്കുന്നുണ്ട്. പക്ഷേ സൂര്യന്റെ വെയിൽ കൊണ്ടവരെ ശരീരത്തിന് കേടുവരാത്ത വിധത്തിൽ സൂര്യന്റെ നിയന്ത്രണം അല്ലാഹു തആല തിരിച്ചു. വെളിച്ചം ലഭിക്കുന്നുണ്ട്, പക്ഷേ അതേ സമയത്ത് അവരെ ശരീരത്തിന് കേടുവരുന്നില്ല. ആ നിലക്ക് അല്ലാഹു തആല സൂര്യന്റെ കാര്യം തിരിക്കുകയും ചെയ്തു. ആ മഹാന്മാർ അവിടെ 309 കൊല്ലത്തോളം കിടന്നു. ഒരു ദിവസം അതാ ഉറക്കു തെളിയുന്നു. ഒരു ദിവസം ഉറക്കു തെളിയുന്നു. അപ്പൊ ഭരിക്കുന്ന രാജാവ് മുസ്ലിമായ രാജാവാണ്. ആ രാജാവ് കുറെ ദിവസമായി മുസ്ലിമീങ്ങൾ അവിടെ ജനങ്ങൾക്ക് മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നും അങ്ങനെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് പ്രശ്നമില്ലെന്നും തെളിയിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണമെന്ന് ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് കാലാപ്പഴക്കത്തിൽ ഈ മതിലിന്റെ ഒരു തല പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. 309 കൊല്ലമായല്ലോ. ഈ മഹാന്മാര് ഉറക്കം തെളിയുന്നു. തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹോദരന്മാരെ, അവര് തന്നെ അവരുടെ കൈവശത്തിൽ നേരത്തെ ഉള്ള ചെറിയ സംഖ്യയുണ്ട്. ആ സംഖ്യ കൊടുത്തുകൊണ്ട് പറയുന്നു, ഈ ഉറുപ്പികയുമായി നിങ്ങൾ ടൗണിലേക്ക് ചെന്നിട്ട് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരിക. ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുമ്പോ ആളുകൾ നമ്മൾ ഏതാണ് കക്ഷിയെന്നോ ആരാണെന്നോ അറിയാത്ത നിലക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം. സഹോദരന്മാരെ, ഇവര് രാവിലെ കിടന്നു വൈകുന്നേരം ഉറക്കു തെളിഞ്ഞപ്പോ അവരുടെ ധാരണ രാവിലത്തെ കിടത്തം തന്നെ ഇപ്പോൾ വൈകുന്നേരം കുറഞ്ഞ സമയമേ ആയിട്ടുള്ളൂ എന്നാണ്. ഇരിക്കട്ടെ, ഭക്ഷണം വാങ്ങാൻ വേണ്ടി പണവും എടുത്തു ചെന്നു. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഭക്ഷണം ചോദിച്ചു, ഭക്ഷണം കൊടുത്തു. പണം കൈ കിട്ടിയപ്പോ പണം കിട്ടിയവൻ ചോദിക്കുന്നു, ഇതെന്താണ് എടുക്കാത്ത പൈസ? എടുക്കാത്ത പൈസയോ? ഇന്നലെ രാവിലെ വാങ്ങിക്കൊണ്ടുപോയ പൈസ എടുക്കുന്നില്ല, അത് ഇന്ന് വൈകുന്നേരോ? ഇത് ഇന്നലെ രാവിലെയോ 100-300 കൊല്ലം മുമ്പുള്ള ഒരു രാജാവിന്റെ കാലത്ത് നടന്ന പൈസയാണിത്. ഇതാണോ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് തരുന്നത്? എന്ത് 100-300 കൊല്ലം ഇന്നലെ വാങ്ങിപ്പോയ പൈസയോ? ചർച്ചയായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവരെ പറ്റി അന്വേഷണം നടന്നു. മതില് പൂർണ്ണമായി പൊളിച്ചു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നൊരു ഏട് കിട്ടി. ഏട് വായിച്ചു നോക്കുമ്പോ ഇവരെ പേരുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, ഇവർ ജീവിച്ച കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലുള്ള രാജാവിന്റെ പേരുണ്ട്. ഔലിയാക്കളെ ചരിത്രം നഷ്ടപ്പെട്ടാ പറ്റൂലല്ലോ. അതുകൊണ്ടല്ലേ അവരെ ചരിത്രങ്ങൾ എഴുതി വെക്കുന്നത്. അതല്ലേ മൗലിദും, അതല്ലേ മാലയും ഒക്കെ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ചരിത്രം പൂർണ്ണമായി ലഭിച്ചു. അങ്ങനെ അന്നുള്ള രാജാവിന് വിവരമറിയിച്ചു. ആ രാജാവ് അതാളുകളെയും കൂട്ടി വന്നു. വിവരം കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തന്നെ. 309 കൊല്ലം
ഒരേ കിടത്തം കിടന്നിട്ട് അല്ലാഹു തആല സംരക്ഷണം നൽകിയില്ലേ? അല്ലാഹു തആല അവരെ രണ്ടാമതും അതാ ഇവിടെ എഴുന്നേൽപ്പിച്ചില്ലേ? ഈ സംഭവം കണ്ടപ്പോ രാജാവിന് വലിയ സമാധാനമായി പോയി. ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വളരെ സഹായകമായി പോയി. ഈ നീണ്ട ചരിത്രം, ഈ ഔലിയാക്കളെ ചരിത്രം, ഔലിയാക്കളെ സ്നേഹിച്ചു കൂടെ കൂടിയ നായയുടെയും ചരിത്രം. ആ നായ പണ്ഡിതന്മാർ പലരും പറയുന്നു, നാളെ ഔലിയാക്കളെ അതാ സ്വർഗത്തിൽ കടക്കുന്ന സമയത്ത് ഈ നായയും അവരെ സ്നേഹിച്ചു കൂടെ കൂടിയ കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വരെ മുഫസ്സിരീകൾ പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് കിട്ടിയ സ്ഥാനമാണ് നായക്ക്. ഖുർആൻ ആ നായയെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണാറില്ലേ ചില ആളുകൾ അസ്മാഇന്റെ പണിക്കാർ എന്ന് പറയുന്ന ചില ആളുകൾ, അതിൽ ഏകദേശവും തട്ടിപ്പുകാരാണെന്ന് ഞാൻ ഇടക്കൊന്ന് പറയട്ടെ. 98% അതിൽ തട്ടിപ്പുകാരാണ്. എന്നാലും കാര്യവിവരമുള്ള ചില അസ്മാഇന്റെ ചികിത്സകൾ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ചില ചികിത്സകൾ ഉണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എഴുതിയിട്ട് തൊപ്പിയിൽ വെച്ചു കൊടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈസർ രാജാവിന്റെ തലവേദന മാറ്റിയ സംഭവം പറഞ്ഞില്ലേ? അള്ളാഹ് മാറ്റാൻ വേണ്ടി അത് കാരണമായില്ലേ? അതുപോലെ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കുടിച്ചപ്പോ വിഷം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? അതുപോലെ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഏത് ശൈത്താനും പറക്കുകയില്ലേ? അപ്പൊ അസ്മാ കൊണ്ട് ശൈത്താൻ ഓടിക്കളയും. പക്ഷെ അത് അള്ളാഹുവിന്റെ പേരായിരിക്കണം. പക്ഷെ അതിന്റെ പേരിൽ ഒരു വിവരവുമില്ലാതെ പണം പിടുങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരാണ് 98%. ഞാൻ പറഞ്ഞു, കൂടിപ്പോയെങ്കിൽ നിങ്ങൾ 95 ആക്കിക്കോളൂ. ഏകദേശവും പണം പിടുങ്ങാൻ കിടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന അസ്മാകാരുടെ അടുക്കലൊക്കെ പാഞ്ഞും പോയിട്ട് നേരം പോക്കരുതേ ഉമ്മമാരെ. എവിടെയെങ്കിലും ഒരാളുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് പോയി ഉള്ള പണങ്ങളൊക്കെ കൊടുത്തു കളയരുതേ ഉമ്മമാരെ. ഈ നാദാപുരത്ത് വെച്ചുണ്ടായൊരു സംഭവം പറയാതെ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയട്ടെ. ഈ നാദാപുരത്തുള്ള ഒരു തങ്ങളല്ലേ ഈ ഇവിടെ തിരുവമ്പറമ്പിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് ചക്കരക്കല്ലില്, അവിടെ ചക്കരക്കല്ലെന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വലിയാണെന്ന് പറയുന്ന മനുഷ്യന്റെ സമീപത്ത് കൊണ്ടുപോയിട്ട് 10,000 ഉറുപ്പികയിലേ വാങ്ങിക്കൊടുത്തത്. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ആരോഗ്യം നശിച്ചിട്ട് അവസാനം മുഴുവനും തകർന്നപ്പോ ഈ പാവപ്പെട്ട എന്റെ സമീപത്ത് വന്നു. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അദ്ദേഹത്തെ മന്ത്രിച്ച് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ രോഗം മാറിപ്പോയി. അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കട്ടെ. അനുഭവിച്ച ആളുകൾ ഇവിടെ ഉണ്ട്, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളവർ തങ്ങളായാലും ശരി മുസ്ലിയാരായാലും ശരി കാണുന്ന കള്ളന്മാരുടെ അടുക്കലേക്ക് പണം പിടുങ്ങാൻ വേണ്ടി കൊണ്ടുപോകുന്ന കക്ഷികളുടെ പിന്നാലെ എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുതെന്നും ഏതാണ് കള്ളത്തൊരീക്കത്ത് ഏതാണ് ശരിയായ ത്വരീക്കത്തെന്നറിയാതെ ഔലിയാ പട്ടം ചമഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ പറ്റിക്കുന്നവരുടെ പിന്നാലെ പോയി നിങ്ങൾ ആരും കുടുങ്ങിപ്പോകരുതെന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാനിപ്പോൾ വിശദമായ അതിലേക്ക് കടക്കുന്നില്ല. മാന്യ മുസ്ലിം സഹോദരന്മാരെ, അസ്മാ കൊണ്ട് ചികിത്സയുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. അത് അസ്മാകൾ തന്നെയായിരിക്കണം. കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞില്ലേ, ഈ 7 ഔലിയാക്കളുടെ പേരുകൾ അതൊരു സ്ഥലത്ത് എഴുതി വെച്ചാൽ ആ എഴുതി വെക്കുന്ന വീടിന് വല്ല കാവലും അല്ലാഹു കൊടുക്കുമെന്ന് സഹാബത്തിൽ നിന്ന് തന്നെ വന്ന റിപ്പോർട്ട് തഫ്സീറിന്റെ കിതാബുകളിൽ ഉണ്ടല്ലോ. ആ 7 ഔലിയാക്കളെ പേരുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കതിന്റെ വട്ടത്തിൽ അതിന്റെ മധ്യത്തിൽ ഖിത്മീർ എന്ന് എഴുതി വെച്ച് ചിലപ്പോൾ കാണാം. അത് ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടിയ നായയുടെ പേരാണ് കേട്ടോ. മഹാന്മാരുടെ കൂടെ ചേർന്നതിനാൽ ആ നായയുടെ പേരിലും ബറക്കത്ത് തന്നെ, മഹാന്മാർക്കും ബറക്കത്ത് തന്നെ. അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ട ഈ പ്രധാനപ്പെട്ട 7 ഔലിയാക്കൾ ഉണ്ടല്ലോ. ആ ഔലിയാക്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തരണമെന്നാണ്. ഈ അനുഗ്രഹം കറാമത്താണ്. അപ്പൊ കറാമത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതുപോലെ സഹോദരന്മാരെ, വദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, അതെ അത് യഥാർത്ഥത്തിൽ മുഅ്ജിസത്തിന്റെ സംഭവമാണ്. അപ്പൊ മുഅ്ജിസത്ത് കറാമത്തുകൾ പ്രത്യേകമായ റഹ്മത്തിൽപ്പെട്ടതാണ്, പ്രത്യേകമായ റബ്ബിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറയാം. ഇപ്പോൾ ഞാൻ ഈ വിഷയം വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുൽ അഅ്ളം അല്ലാഹ് എന്നതാണെന്ന് പറഞ്ഞില്ലേ. എന്നാൽ പടച്ചവന്റെ പേരുകളിൽ ചില പേരുകൾ അത് പറഞ്ഞ് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന പേരുകളുണ്ട്.
അതിനും ഇസ്മുൽ ആദം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റഹ്മാൻ റഹീം എന്ന പേര്. അതുകൊണ്ട് തന്നെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ ആദം ഫീ ഹാതൈനിൽ ആയതൈനി വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം വഖൗലിഹി തആല അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അർ-റഹ്മാൻ അർ-റഹീം എന്ന പേര്, ഹയ്യുൽ ഖയ്യൂം എന്ന പേര്, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന പേര്, ആ പേരുകൾ ദുആയിൽ കൊണ്ടുവന്നാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പേരുകളാണ്. ഇസ്മുൽ ആദം എന്ന പേരിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന പേരുകൾ എണ്ണിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും എണ്ണിയിട്ടുണ്ട്. ഇതുപോലെ റബ്ബ് എന്ന പേര് ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ കുറിച്ച് നാളെ പറയാനുണ്ടല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് എന്ന പേരും വിളിച്ചാൽ ഉത്തരം കിട്ടുന്ന പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, ഇദാ ഖാലൽ അബ്ദു യാ റബ്ബി യാ റബ്ബി യാ റബ്ബി ഖാല അല്ലാഹു തആല ലബ്ബൈക അബ്ദി സൽതുത. ഒരടിമ യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ വിളിച്ചാൽ, റബ്ബേ 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 എന്നിങ്ങനെ വിളിച്ചാൽ, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്നിങ്ങനെ വിളിച്ചാൽ അല്ലാഹു പറയും ലബ്ബൈക അബ്ദി, അടിമയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു, സൽതുത നീ ചോദിച്ചോ തരാമല്ലോ എന്ന് അല്ലാഹു പറയുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ റബ്ബ് എന്ന പേരും ദുആ ചെയ്യുമ്പോൾ വിളിച്ചാൽ ഉത്തരം കിട്ടുന്ന റബ്ബാണ്, പേരാണ്. ഇനി ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, കഴിയുന്നതും തമ്പുരാനെ എന്ന് വിളിക്കാതിരിക്കലാണ് നല്ലത്. അള്ളാഹുവിനെ തമ്പുരാനെ എന്ന് വിളിച്ചാൽ തെറ്റാണെന്ന് നിങ്ങൾ ആരും പോയി ഫത്വയൊന്നും കൊടുക്കണ്ട. പക്ഷെ കഴിയുന്നതും അത് വിളിക്കാതിരിക്കലാ നല്ലത്. അള്ളാഹുവിന്റെ പേര് വിളിക്കുമ്പോ ഖുർആനിലും ഹദീസിലും വന്ന പേര് വിളിക്കുന്നതാണ് എത്രയോ മഹത്വമുള്ളത്. അതാണ് ഉത്തരം കിട്ടാൻ കാരണമാകുന്നത്. തമ്പുരാൻ എന്നും തമ്പുരാട്ടി എന്നൊക്കെ സൃഷ്ടികളെ സംബന്ധിച്ചും പറയുന്ന പേരുകളാണല്ലോ. അതിന്റെ പുറമേ അത് ഖുർആനിലും ഹദീസിലും വന്ന പേരല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും വന്ന പേര് ദുആയുടെ ഇടയ്ക്ക് റഹ്മാനെ, റബ്ബേ, കരീമേ, ജവാദേ, അല്ലാഹ് എന്നിങ്ങനെയുള്ള പേരുകൾ വിളിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പേരുകൾ വല്ലാത്ത മഹത്വമുള്ളത് തന്നെ. അല്ലാഹുവിന്റെ റഹ്മത്ത് അതിവിശാലം തന്നെ. ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, അല്ലാഹു റഹ്മത്തിനെ 100 ഓഹരി ചെയ്തു. ഫംസക ഇൻദഹു 99 അല്ലാഹുവിടെ പിടിച്ചു വെച്ചു. എന്തിന്? ഖിയാമത്ത് നാളിൽ റഹ്മത്ത് ചെയ്യാനാണ്. എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു ഒരു റഹ്മത്ത് ഈ ഭൂമി ലോകത്ത് ഇറക്കി. ആ കാരുണ്യം കൊണ്ടാണ് ഉമ്മമാര് മക്കളോട് കാരുണ്യം ചെയ്യുന്നത്. ആ കാരുണ്യം കൊണ്ടാണ് എല്ലാ കാരുണ്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കാരുണ്യമാണ് അവന്റെ സൃഷ്ടികൾ ഇവിടെ കാണിക്കുന്ന എല്ലാ കാരുണ്യങ്ങളും. എല്ലാ കാരുണ്യത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു തന്നെ. ആ റഹ്മാനും റഹീമുമായ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ലയിച്ച് അല്ലാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു തീർക്കുന്നു. വദു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. പള്ളിയിൽ കടക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. വീട്ടിൽ കടക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. വാഹനം കയറുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഉമ്മമാരെ, വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഭക്ഷണവും വെള്ളവും കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് പുണ്യമാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ പേര് കൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ചെയ്യലാണ്. അതിനാൽ ധാരാളം കാവല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയട്ടെ, ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെടുമ്പോ ഭാര്യയുടെ സമീപത്തേക്ക് ഭർത്താവ് ചെല്ലുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. പിശാചിന് അല്ലാഹു തആല കൊടുത്ത വരമാണ്. എല്ലാ വിഷയത്തിലും ശാരിക്കും ഫിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളിലും സമ്പത്തുകളിലും എല്ലാ വിഷയത്തിലും കൂറുകൂടാനുള്ളൊരു വരം പിശാചിന് പടച്ചറബ് കൊടുത്തിട്ടുണ്ട്. ശൈത്താനിന് പടച്ചറബ് കൊടുത്തിട്ടുണ്ട്. ആ പിശാചിൽ നിന്ന് എവിടെയെല്ലാം നിങ്ങൾക്ക് കാവൽ കിട്ടണോ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താൻ കൂറുകൂടും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കോളൂ.
വെള്ളം കുടിക്കുമ്പോൾ ശൈത്താൻ കൂറുകൂടും. ബിസ്മി നിങ്ങൾ ചൊല്ലിയാൽ ശൈത്താൻ അകന്നു പോകും. നിങ്ങളൊരു വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കോളൂ. നിങ്ങളുടെ കൂടെ ശൈത്താൻ അവിടെ കിടന്നുറങ്ങില്ല. നേരെ മറ്റ് ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് കടന്നാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവിടെ ശൈത്താൻ നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. നിങ്ങൾ ഭാര്യയുടെ സമീപത്തേക്ക് ചൊല്ലുമ്പോൾ നിങ്ങൾ ഔറത്തിന്റെ ഭാഗം വെളിച്ചത്ത് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബിസ്മി ചൊല്ലിക്കോളൂ. എന്നാൽ നിങ്ങൾ ഔറത്തിന്റെയും ശൈത്താന്റെയും ഇടയിൽ മറയിടലായി. അതുകൊണ്ട് ഔറത്തിന്റെ ഭാഗം വെളിച്ചത്ത് വരുന്നതിന് മുമ്പ്, തുണി നീങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ പേരുകൊണ്ട് അള്ളാഹുവിന്റെ പേര് ചൊല്ലിക്കോളൂ. അതോടുകൂടെ തന്നെ സഹോദരന്മാരെ, പള്ളിയിൽ കടക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ അല്ലാഹുമ്മ ഇന്നി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി ഹാദിഹി സൂഖി വ ഖൈരി മാ ഫീഹാ വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ നുസീബ ഫീഹാ. എന്നിങ്ങനെ അങ്ങാടിയിൽ കടക്കുന്ന സമയത്ത്, ടൗണിലേക്ക് കടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. ഈ അങ്ങാടിയിലുള്ള ഖൈർ നിന്നോട് ചോദിക്കുന്നു അല്ലാ, ആ അങ്ങാടിയുടെ ഖൈറിനെയും ചോദിക്കുന്നു അല്ലാ, ആ അങ്ങാടിയുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അല്ലാ, ആ അങ്ങാടിയിലുള്ള ശർറിൽ നിന്നും കാവൽ ചോദിക്കുന്നു അല്ലാ, ഈ അങ്ങാടിയിൽ വെച്ച് മുസീബത്ത് ഉണ്ടാകുന്നത് കാവൽ ചോദിക്കുന്നു അല്ലാ. എന്നിങ്ങനെ അത് അഊദുവോട് കൂടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയിട്ട് ദിക്ർ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ കടക്കുന്ന സമയത്ത് ബിസ്മിയും അഊദുവും ചൊല്ലാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയട്ടെ സഹോദരന്മാരെ, അതുപോലെ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ ചൊല്ലിയിട്ട് ഒരാൾ ഇറങ്ങിയാൽ അവൻ ഏത് മുസീബത്തിൽ നിന്നും കാവൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശൈത്താൻ അവനെ തൊട്ട് അകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിനാ വ ബിസ്മില്ലാഹി ഖറജിനാ വ അലല്ലാഹി റബ്ബനാ തവക്കൽനാ എന്നിങ്ങനെ ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കടക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ സഹോദരന്മാരെ, ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങുന്നൊരു വ്യക്തി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവര് ആ ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങിയിട്ട് അവരുടെ വസ്ത്രം നീങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ അവനങ്ങ് ചൊല്ലിയേക്കണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തനാ. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, ശൈത്താനെ ദൂരീകരിക്കണേ ഞങ്ങളിൽ നിന്ന് അല്ലാഹുവേ. ശൈത്താനിനെ ഞങ്ങൾക്ക് നീ തരുന്ന സന്താനത്തിൽ നിന്നും നീ ദൂരീകരിക്കണേ അല്ലാ. ഇങ്ങനെ ചൊല്ലിയിട്ട് ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഫൈനഹു യഖ്ദിയ ബൈനഹുമാ ബർദും മിൻ ദാലിക ലം യദുറഹു ശൈത്താനു അബദാ. അവന് കുട്ടിയുണ്ടായാൽ ശൈത്താൻ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുകയില്ലെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാതെ പലരും അതാ ഭാര്യയുമായി ബന്ധപ്പെട്ട് അതിൽ കുട്ടി ജനിക്കുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ബാപ്പ നരകത്തിലാണ്, ബാപ്പ അതാ മുശ്രിക്കാണ്, ബാപ്പ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും രംഗത്ത് വന്ന് സ്വന്തം ബാപ്പനെ നരകത്തിലേക്ക് അയക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ബിസ്മി ചൊല്ലാതെ, ഇസ്ലാം കൽപ്പിച്ച ബിസ്മി ചൊല്ലാതെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ മക്കളുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും ശൈത്താൻ പ്രവർത്തിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് കേട്ടോ. ഞാൻ വിശദമായി പറയുന്നില്ല. അതുപോലെ വാതിലടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം, വിളക്ക് അണക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ അസ്തജനഹൽ ലൈലു ഇദാ കാന ജുനിഹൽ ലൈലു. രാത്രി ഇങ്ങ് വരുമ്പോ സ്ത്രീകളോട് പ്രത്യേകം പറയാണ്, ഫകുഫൂ സിബിയാനകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം. പഴയ ഉമ്മാര് പറയാറില്ലേ, മൈമ്പിന് കുട്ടികളെ പുറത്തു വിടല്ല എന്ന് പറയാറില്ലേ? മൈമ്പിന് കുട്ടികളെ പുറത്തു വിടാൻ പാടില്ല എന്ന് ഉമ്മാര് പറയാറില്ലേ? വെറുതെ പറയാ. അന്നത്തെ കാലം ഇന്നത്തെ കാലം പോലെയല്ല. 10-40 ദിവസം ആലിമീങ്ങൾ വഅദ് പറഞ്ഞിട്ട് ആ വഅദ് കേട്ട് പഠിച്ച ഉമ്മമാരാണത് പറയുന്നത്. ഇപ്പോഴുണ്ടോ അങ്ങനത്തെ വഅദ് എവിടെയെങ്കിലും കേൾക്കാൻ? ഏത് കക്ഷികളും വഅദുണ്ടോ? കുറെ സംഭാവനയും കുറെ ലേലം ചെയ്യലുമായി നമ്മുടെ വഅദുകൾ പലതും അതപ്പതിച്ചു പോയില്ലേ? പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് പഠിച്ചു വെച്ചതാണ് മൈമ്പിന് കുട്ടികളെ പുറത്തു വിടരുത് എന്ന വാചകം. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, രാത്രി ഇങ്ങ് വരുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണേ. ആ സമയത്ത് ശൈത്താൻ വെളിച്ചത്ത് വരുന്ന ഒരു സന്ദർഭമാണ്, ശൈത്താൻ ഒട്ടാകെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സന്ദർഭമാണ്. രാത്രി ഏകദേശം 1 മണിക്കൂർ അങ്ങ് കഴിഞ്ഞാൽ
ഫഖല്ലൂഹും നിങ്ങൾ കുട്ടികളെ പുറത്തു വിട്ടാൽ പ്രശ്നമല്ല. ആ സന്ധ്യാസമയത്ത് നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം. നിങ്ങൾ വാതിൽ അടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വാതിൽ അടച്ചു വെക്കണം, വീടുകളുടെ വാതിൽ അടച്ചു വെക്കണം. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചിലർക്കൊരു പതിവ്, ഏത് വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെ കയറി അടുക്കളയിലേക്ക് പോകുന്നൊരു പതിവ്. കഴിഞ്ഞ കൊല്ലം ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ അന്യപുരുഷനായ മനുഷ്യ, എന്തിനധികം പറയണം, പലപ്പോഴും എന്നെ പോലെ തലപ്പാവ് ധരിച്ചവരും അല്ലാത്തവരുമായ മുസ്ലിംമാര് പോലും ചില ആളുകൾ അന്യന്റെ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ഓടിയങ്ങ് കയറുന്നത് കാണാം. എവിടുന്നാണ് ഈ സംസ്കാരം പഠിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഓ ജനങ്ങളെ, അന്യ സ്ത്രീകളുള്ള വീട്ടിലേക്ക് പുരുഷനങ്ങനെ കയറിപ്പോകാൻ പാടുണ്ടോ? ഇതിനെ സംബന്ധിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ച ശ്രീലവും അശ്ലീലവും എന്ന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. വാതിലുകൾ അടച്ചു വെക്കണം. ഉറങ്ങുന്ന സമയത്ത് എന്തായാലും അടക്കണം. വാതിലടക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലി വാതിലടക്കൂ. വല്ലാത്ത കാവൽ അല്ലാഹുവിൽ ലഭിക്കും. അടക്കപ്പെട്ട വാതിൽ ശൈത്താൻ തുറക്കുകയില്ല. ഇദാ ദുക്ര റസൂലുള്ളാഹി അലൈഹി എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അള്ളാഹിന്റെ പേരും പറഞ്ഞ് അടച്ചിട്ടുള്ള വാതിൽ ശൈത്താനിന് തുറക്കാൻ സാധ്യമല്ല. നിങ്ങൾ തോൽപാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുകയാണെങ്കിൽ ആ തോൽപാത്രത്തിന്റെ മൂടി നിങ്ങൾ കെട്ടിവെക്കണം. അപ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലിയേക്കണം. സ്ത്രീകൾ ശരിക്കും ശ്രദ്ധിച്ചു വെച്ചു, പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. ബിസ്മിയും ചൊല്ലിയിട്ട് പാത്രങ്ങൾ മൂടി വെക്കണം. നിങ്ങൾ ഫ്രിഡ്ജിന്റെ ഉള്ളില് സല്ലാജിന്റെ ഉള്ളില് സാധനം വെച്ചിട്ട് അടക്കാറില്ലേ ഉമ്മമാരെ? അടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടൊന്ന് അടക്കണേ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പാത്രത്തിലൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ എപ്പോഴും നിങ്ങൾ മൂടി വെക്കണം. മൂടി വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഒരു ചെറിയ വടിയെങ്കിലും എടുത്തിട്ട് അകലത്തിൽ നിങ്ങൾ അങ്ങ് വെച്ചോളൂ. വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കോളൂ. അല്ലാഹുവിന്റെ പേര് കൊണ്ട് കാവലുണ്ടാകും, ശൈത്താനിൽ നിന്ന് കാവലുണ്ടാകും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും വിഷബാധ ഏറ്റു എന്ന സംഭവങ്ങളല്ലേ കേൾക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. ഏത് വിഷങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ശൈത്താനിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് സാധനങ്ങളും മൂടി വെക്കണം. പാത്രം പ്രത്യേകം മൂടി വെക്കണം. മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ വിളക്കണക്കണം. അന്നത്തെ കാലത്ത് തിരിവിളക്കുകളാണ്. ആ തിരിവിളക്കുകൾ ചുണ്ടലികൾ കടിച്ചു കൊണ്ടുപോയി ചിലപ്പോൾ വീട്ടിന്റെ ഏതെങ്കിലും സമീപത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് ആ ചുണ്ടലികൾ കാരണത്താൽ, ഈ വിളക്കിന്റെ തിരി കാരണത്താൽ വീട്ടിലുള്ളവർ മുഴുവനും കത്തി നശിച്ചു പോകാൻ തന്നെ കാരണമുണ്ടല്ലോ. അതുകൊണ്ട് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സമുദായത്തിന് ആവശ്യമുള്ള ഒരൊറ്റ കാര്യവും അവിടുത്തെ ഉപദേശത്തിൽ വിട്ടുപോയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളക്കണക്കണം എന്ന കാര്യം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തിനെ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, രാവിലെ പ്രത്യേകം ബിസ്മിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യുംസി, രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ഒരു ദിക്ർ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ബിസ്മില്ല തുടങ്ങുന്ന ഈ ദിക്ർ 3 പ്രാവശ്യം അങ്ങ് ചൊല്ലിയാൽ ലം യുസ്ബിഹു ഫുജാതു ബലാഇൻ ഹത്താ യുസ്ബിഹ, വൈകുന്നേരം ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ പെട്ടെന്നുള്ള മുസീബത്തുകൾ ഉണ്ടാവുകയില്ല. വമൻ ഖാലഹാ ഹീന യുസ്ബിഹു, രാവിലെ അത് ചൊല്ലിയാൽ 3 മറാത്തിൻ 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ നേരം വൈകുന്നേരം വരെ അവന് പെട്ടെന്നുള്ള മുസീബത്ത് ഉണ്ടാവുകയില്ലെന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി സഹോദരന്മാരെ, വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേക ബിസ്മിയുണ്ട്. വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേക ബിസ്മി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിപ്പോർട്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് പനി പിടിച്ചാൽ, വേദന വന്നാൽ, ഏത് വേദന വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ബിസ്മില്ലാഹിൽ കബീർ അഊദു ബില്ലാഹിൽ അസീം മിൻ കുല്ലി അർദിൻ ആരിൻ വ മിൻ ശർരി ഹരിന്നാർ എന്ന് പറയുന്ന ദിക്ർ പ്രത്യേകം സുന്നത്തുണ്ട്. ബിസ്മിയാണ് അതിന്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചെന്നിട്ട്, നബിയേ, എനിക്കിതാ ഉസ്മാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, എനിക്ക് മുസ്ലിമായ അന്ന് മുതലേ എന്റെ ശരീരത്തിൽ ഒരു വേദനയാണ്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? നിന്റെ കൈ നീ വേദനിക്കുന്ന സ്ഥലത്ത് അവിടെ വെക്കുക. വഖുൽ ബിസ്മില്ലാഹ്, നീ 3 പ്രാവശ്യം 3 മററാത്ത്
3 പ്രാവശ്യം വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് ബിസ്മില്ല എന്ന് ചൊല്ലുക. എന്നിട്ട് 7 പ്രാവശ്യം നീ ഇത് ദിക്റ് ചൊല്ലുക. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു എന്ന് പറയുന്ന ഒരു റിവായത്തിൽ മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് പറയുന്ന ദിക്റ് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പലപ്പോഴും അത് ചെയ്തപ്പോൾ എന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്തി തന്നു. ഞാനത് എന്റെ കുടുംബങ്ങളോടൊക്കെ സാധാരണ കൽപ്പിക്കാറുണ്ട്. ഒരു റിവായത്തിൽ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, ബിസ്മി ചൊല്ലിയിട്ടുള്ള പ്രത്യേക മന്ത്രമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വരുന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുഹമ്മദ് ഇസ്തകൈത, നബിയെ തങ്ങൾക്ക് രോഗമായോ? അതേ ജിബ്രീലേ, എനിക്ക് രോഗമുണ്ട്, വേദനയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിക്കുകയാണ്, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ദാഇ യുദീക് വമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മന്ത്രിക്കുകയാണ്, ബിസ്മി ചൊല്ലി മന്ത്രിക്കുകയാണ്. ബിസ്മി വല്ലാത്ത കാവലുള്ളത് തന്നെ. പടച്ചവന്റെ പേര് കൊണ്ടുള്ള കാവൽ വല്ലാത്ത കാവല് തന്നെ. അവൻ റഹ്മാനും റഹീമുമല്ലേ. അവന്റെ റഹ്മത്തിലായി ജീവിപ്പിച്ച് അവന്റെ റഹ്മത്തിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കുക. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലം തന്നെ. എത്ര തെറ്റ് ചെയ്തു പോയ ഉമ്മമാര് സദസ്സിലുണ്ടെങ്കിലും, എത്ര തന്റെ അബദ്ധം പറ്റിപ്പോയ ചെറുപ്പക്കാരുണ്ടെങ്കിലും, ഓ മക്കളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശരാകരുത് കേട്ടോ. റബ്ബ് പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. തെറ്റ് ചെയ്തു പോയവരോട് പറയൂ നബിയേ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളാരും തന്നെ ആശമുറിയല്ല, നിരാശരാകല്ല. അവൻ വല്ലാത്ത കാരുണ്യമുള്ളവൻ തന്നെ. ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് പറയുകയാണ്. ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു വലിയ തെമ്മാടിയായ മനുഷ്യൻ. എപ്പോൾ നോക്കിയാലും തെമ്മാടിത്തമാണ്, തെമ്മാടിത്തിൽ മുഴുകിയവനാണ്. പലരും പലതും പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല. നാട്ടുകാര് മുഴുവനും തെമ്മാടിത്തം കൊണ്ട് പടച്ചവരോട് പ്രാർത്ഥിക്കുകയാണ് ഇവന്റെ ചെറു നീങ്ങി കിട്ടാൻ. അപ്പോഴാണ് അല്ലാഹു മൂസാ നബിക്ക് വിവരം നൽകുന്നു, ബനൂ ഇസ്രായേലിലുണ്ട് ഒരു തെമ്മാടിയായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിക്കോളൂ. അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകം മറ്റൊരു നാട്ടിലെത്തി. അവിടെയുള്ള നാട്ടുകാർക്ക് ഇവനെ കൊണ്ട് ശല്യമായപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രദേശത്തു നിന്നും ആരും ഇല്ലാത്ത, ഒരു മനുഷ്യനുമില്ലാത്ത നാട്ടിലേക്ക് അവനെ നാടുകടത്തി. സഹോദരന്മാരെ, ആ നാട്ടിൽ അവൻ ഇങ്ങനെ കഴിയുകയാണ്. അങ്ങനെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനതാ രോഗം ബാധിക്കുന്നു. രോഗം ബാധിച്ചപ്പോൾ ആരും സഹായിക്കാറില്ല. ജനങ്ങളില്ലാത്ത പ്രദേശത്ത് നാടുകടത്തപ്പെട്ട ഈ തെമ്മാടി രോഗമായപ്പോൾ കാരുണ്യം ജ്വലിക്കുന്ന റബ്ബിനോട് ഈ തെമ്മാടി ഒരൊറ്റ ദുആയാണ്, ലൗകാനത്ത് വാലിദത്തി ഇൻദ റസീൽ റഹിമത്തിനി. അല്ലാഹുവേ, എന്റെ ഉമ്മയെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രോഗബാധിതനായി കിടക്കുന്ന എനിക്ക് എന്റെ ഉമ്മ കാരുണ്യം ചെയ്യുമായിരുന്നു. വലബക്കത്തെ അലാമതുല്ലത്തി, എന്റെ ഈ നിന്ദ്യമായ അവസ്ഥയിൽ അവൾ കരയുമായിരുന്നു. വലൗകാന വാലിദി ഹാദിറല്ല ആനനി, എന്റെ ബാപ്പയുടെ ഉണ്ടെങ്കിൽ എന്റെ കാര്യം ഏറ്റെടുത്ത് എന്നെ സഹായിക്കുമായിരുന്നു. വലൗകാനത്ത് സൗജത്തി ഹാദിറത്തല്ല ബക്കത്തെ അലാ ഫിറാഖി, എന്റെ ഭാര്യ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിട്ടുപിരിയുന്നതിൽ അവൾ കരയുമായിരുന്നു. വലൗകാന ഔലാദി ഹാദിറീന ഇന്ദി ലബഖൗ ഖൽഫ ജനാസതി, എന്റെ മക്കളുണ്ടെങ്കിൽ ഞാൻ എന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഈ എന്റെ പേരിൽ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുമായിരുന്നു. അവർ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദിനൽ ഗരീബ് വഈഫിൽ ആസിൽ ഫാസിഖിൽ മത്റൂദി മിൻ ബലദിഹി ഇലാ ഖറിയത്തിൻ വമിനൽ ഖറിയത്തി ഇലാ മഫാസ. തമാടിത്തം ചെയ്തു പോയ ഞങ്ങളെ ബാപ്പ, അല്ലാഹുവേ, നാടുകടത്തപ്പെട്ടിട്ട് അവിടുന്ന് തമ്മാടിത്തം ചെയ്തിട്ട് ആരുമില്ലാത്ത പ്രദേശത്തേക്ക് നാടുകടത്തപ്പെട്ട് തമ്മാടിയായ ദുർബലനായ ഞങ്ങളെ ബാപ്പ, ആ ബാപ്പക്ക് നീ ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ എന്റെ മക്കളുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷേ എനിക്കിവിടെ മക്കളും ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് മക്കൾ ദുആ ചെയ്യുന്ന ദുആയെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ട് അതാ അദ്ദേഹം പറയുകയാണ്,
അല്ലാഹുമ്മ ഖത്തഅതനി അൻ വാലിദി വസൗജതി. അല്ലാഹുവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ മക്കളില്ല, എന്നെ നോക്കാൻ ഇവിടെ ഭാര്യയും ബാപ്പയും ഉമ്മയുമില്ല, ഞാൻ ഈ രാജ്യത്ത് ആരുമില്ലാത്ത പ്രദേശത്ത് ഒറ്റക്കല്ലേ. അല്ലാഹുമ്മ ഖത്തഅതനി അൻ വലദി വാലിദി വഔലാദി വസൗജതി. എന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഈ എന്റെ എന്റെ മാതാപിതാക്കളിൽ നിന്നുമൊക്കെ നീ എന്നെ മാറ്റി നിർത്തിയല്ലോ. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഫലാ തഖ്തഇനി മിർ റഹ്മതിക്. എല്ലാ കാരുണ്യത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ, നിന്റെ റഹ്മത്തിൽ നിന്ന് എന്നെ നീ മുറിക്കരുതേ അല്ലാഹ്. ഫഇന്നക അഹ്റഖ്ത ഖൽബി ബിഫിറാഖിഹിം. നീ അവരെല്ലാം വിട്ടുപിരിഞ്ഞു പോയതുകൊണ്ട് എന്റെ മനസ്സിനെ കരിച്ചിട്ടുണ്ടല്ലോ. ഫലാ തുഹദ്ദിഖ്നി മിൻ ആരിക ലിഅജ്ലി മഅസിയതി. എന്റെ പാപം കാരണത്താൽ നരകമാകുന്ന തീ കൊണ്ട് എന്നെ നീ കരിക്കരുതേ അല്ലാഹ്. ഞാൻ തെറ്റുകാരൻ തന്നെ, നീ കാരുണ്യം ചെയ്യുന്ന രാജാവ് തന്നെ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച അദ്ദേഹം രോഗബാധിതനായ സമയത്തൊരു പ്രാർത്ഥനയങ്ങ് നടത്തി. അതാ അല്ലാഹു തആല ഹുറുല്ലീങ്ങളെ പറഞ്ഞേക്കുന്നു. ഉമ്മയുടെ കോലത്തിലും ഭാര്യയുടെ രൂപത്തിലും മക്കളുടെ കോലത്തിലും അതാ വരുന്നു. ഒരു മലക്കും വരുന്നു, ബാപ്പയുടെ കോലത്തിൽ വരുന്നു, അടുത്തിരിക്കുന്നു. അവര് ദുഃഖമതാ വ്യസനം അവരിൽ കളിയാടുന്നത് കാണുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ ബാപ്പയും ഉമ്മയും മക്കളുമൊക്കെ ഹാജരായിരിക്കുന്നുവല്ലോ. എന്റെ മനസ്സ് സന്തോഷമായി പോയി. റബ്ബേ, നീ എനിക്ക് പുറത്തു തരുന്ന രാജാവ് തന്നെ, കാരുണ്യം ചെയ്യുന്ന രാജാവ് തന്നെ. പടച്ചവനെ കുറിച്ച് നല്ല മനസ്സോടെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് അല്ലാഹു മാപ്പ് കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഹി അറിയിക്കുന്നു, ആ മരുഭൂമിയിലുണ്ടൊരു വലിയ മരിച്ചിരിക്കുന്നു, പോയെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യണേ മൂസാ നബിയേ. മൂസാ നബി അലൈഹിസ്സലാം സമീപത്ത് ചെന്ന് നോക്കുമ്പോ നാട്ടിൽ നിന്ന് പുറത്താക്കിയ തമ്മാടിയല്ലേ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. മൂസാ നബി ചോദിക്കുന്നു, യാ റബ്ബി അമാ ഹാദാ ശഅബുല്ലദീ അഖ്റജതുഹു മിനൽ ബലദ്. നിന്റെ ഓർഡർ പ്രകാരം നാട്ടിൽ നിന്ന് പുറത്താക്കിയ ചെറുപ്പക്കാരനല്ലേ ഇത്? അല്ലാഹുവിന്റെ വാക്ക്, യാ മൂസാ ഇന്നി റഹിംതുഹു. മൂസാ, ഞാൻ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്തു. ഞാൻ അദ്ദേഹം എന്നോട് കരഞ്ഞു പറഞ്ഞപ്പോ നാടും വീടും കുടുംബവും വിട്ട് ഞാൻ ഒറ്റക്കല്ല റബ്ബേ. നിന്റെ കാരുണ്യം നീ എനിക്ക് ചൊരിക്കില്ല റബ്ബേ എന്ന നിലക്ക് എന്നോട് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹം ചോദിച്ചില്ലേ, എന്റെ ഉമ്മയുണ്ടെങ്കിൽ കാരുണ്യം ചെയ്യുമായിരുന്നു, ബാപ്പയും കാരുണ്യം ചെയ്യുമായിരുന്നു, മക്കളും പ്രാർത്ഥിക്കുമായിരുന്നു, ഭാര്യയും കാരുണ്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആളുകളൊക്കെ കാരുണ്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അർഹമുർ റഹീമിനായ എന്നിലേക്ക് അവൻ കൈനീട്ടിയില്ലേ? ഫകൈഫ ലാ അർഹമു വഅന അർഹമുർ റഹീമീൻ. ലോകത്ത് കാരുണ്യം ചെയ്യുന്ന എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും കാരുണ്യം ചെയ്യുന്ന, കാരുണ്യം 100 സൂക്ഷിച്ചു വെച്ച രാജാവ് ഞാൻ തന്നെയല്ലേ? ഞാൻ അദ്ദേഹം കാണുകേട് പറയുമ്പോ കാരുണ്യം ചെയ്യാതിരിക്കലെങ്ങനെ? ഞാൻ മലക്കുകളെയും ഹുറുല്ലീകളെയും അയച്ച് ആദരിച്ച് ബഹുമാനിച്ചു മൂസാ